ഭൂമിക്കു വെളിയിൽ മനുഷ്യന് ജനിക്കുമോ എന്നറിയാൻ ബഹിരാകാശത്ത് ചൈനയുടെ കൃത്രിമ ഭ്രൂണ പരീക്ഷണം. ഭാവിയിൽ മനുഷ്യൻ ചന്ദ്രനിലോ ചൊവ്വയിലോ പോയി കോളനികൾ സ്ഥാപിച്ചാൽ അവിടെ തലമുറകൾ നിലനിൽക്കണമെങ്കിൽ സുരക്ഷിതമായ പ്രത്യുൽപാദനം അത്യാവശ്യമാണ്. അതിനെക്കുറിച്ചുള്ള പരീക്ഷണത്തിന് തുടക്കമിട്ട് ചൈന. ലോകത്തിലാദ്യമായി മനുഷ്യന്റെ ഭ്രൂണങ്ങൾ ബഹിരാകാശത്തേക്ക് അയച്ച് ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ടിയാൻഗോങ് ബഹിരാകാശത്തെ നിലയത്തിൽ വച്ചാണ് ഈ പരീക്ഷണം നടക്കുന്നത്. ചൈനീസ് അക്കാദമി ഓഫ് സയൻസിലെ ശാസ്ത്രജ്ഞരാണ് ഈ ദൗത്യത്തിന് പിന്നിൽ. ചൈനയുടെ -10 എന്ന കാർഗോ ബഹിരാകാശ പേടകത്തിലാണ് കൃത്രിമ ഭ്രൂണങ്ങൾ അടങ്ങിയ പെട്ടികൾ ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചത്. ഇവ യഥാർത്ഥ മനുഷ്യ ഭ്രൂണങ്ങളല്ല. മനുഷ്യന്റെ സ്റ്റെം സെല്ലുകൾ ഉപയോഗിച്ച് ലാബോറട്ടറിയിൽ കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ഭ്രൂണ മാതൃകകളാണിവ. ബഹിരാകാശത്തെ ഭാരമില്ലായ്മയും മാരകമായ ബഹിരാകാശ വികിരണങ്ങളും മനുഷ്യന്റെ ആദ്യകാല ജീവന്റെ വളർച്ചയ്ക്കു എങ്ങനെ ബാധിക്കുന്നുവെന്നു പഠിക്കുകയാണ് ലക്ഷ്യം. ബഹിരാകാശത്തെ പരീക്ഷണഘട്ടത്തിൽ ഇതേ സമയത്തുതന്നെ ഭൂമിയിലെ ലാബിലും സമാനമായ കൃത്രിമ ഭ്രൂണങ്ങൾ വളർത്തിയിരുന്നു. ബഹിരാകാശത്ത് വളർന്ന ഭ്രൂണങ്ങളും ഭൂമിയിൽ വളർന്ന ഭ്രൂണങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ താരതമ്യം ചെയ്താണ് അന്തിമ നിഗമനത്തിൽ എത്തുന്നത്. ഭാവിയിൽ മനുഷ്യൻ ചന്ദ്രനിലോ ചൊവ്വയിലോ പോയി കോളനികൾ സ്ഥാപിച്ചാൽ അവിടെ തലമുറകൾ നിലനിൽക്കണമെങ്കിൽ സുരക്ഷിതമായ പ്രത്യുൽപാദനം അത്യാവശ്യമാണ്. അതിനെക്കുറിച്ചുള്ള പരീക്ഷണത്തിന് തുടക്കമിട്ട് ചൈന. ലോകത്തിലാദ്യമായി മനുഷ്യന്റെ ഭ്രൂണങ്ങൾ ബഹിരാകാശത്തേക്ക് അയച്ച് ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ടിയാൻഗോങ് ബഹിരാകാശത്തെ നിലയത്തിൽ വച്ചാണ് ഈ പരീക്ഷണം നടക്കുന്നത്. ചൈനീസ് അക്കാദമി ഓഫ് സയൻസിലെ ശാസ്ത്രജ്ഞരാണ് ഈ ദൗത്യത്തിന് പിന്നിൽ. ചൈനയുടെ -10 എന്ന കാർഗോ ബഹിരാകാശ പേടകത്തിലാണ് കൃത്രിമ ഭ്രൂണങ്ങൾ അടങ്ങിയ പെട്ടികൾ ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചത്. ഇവ യഥാർത്ഥ മനുഷ്യ ഭ്രൂണങ്ങളല്ല. മനുഷ്യന്റെ സ്റ്റെം സെല്ലുകൾ ഉപയോഗിച്ച് ലാബോറട്ടറിയിൽ കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ഭ്രൂണ മാതൃകകളാണിവ. ബഹിരാകാശത്തെ ഭാരമില്ലായ്മയും മാരകമായ ബഹിരാകാശ വികിരണങ്ങളും മനുഷ്യന്റെ ആദ്യകാല ജീവന്റെ വളർച്ചയ്ക്കു എങ്ങനെ ബാധിക്കുന്നുവെന്നു പഠിക്കുകയാണ് ലക്ഷ്യം. ബഹിരാകാശത്തെ പരീക്ഷണഘട്ടത്തിൽ ഇതേ സമയത്തുതന്നെ ഭൂമിയിലെ ലാബിലും സമാനമായ കൃത്രിമ ഭ്രൂണങ്ങൾ വളർത്തിയിരുന്നു. ബഹിരാകാശത്ത് വളർന്ന ഭ്രൂണങ്ങളും ഭൂമിയിൽ വളർന്ന ഭ്രൂണങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ താരതമ്യം ചെയ്താണ് അന്തിമ നിഗമനത്തിൽ എത്തുന്നത്.